തടയുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് അതൊരു ദൃഷ്ടാന്തമായിരിക്കുവാനും നേരായ പാതയിലേക്ക് നിങ്ങളെ അവൻ നയിക്കുവാനും വേണ്ടി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധാരാളം സമരാർജിത സ്വത്തുക്കൾ, നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്നത്രയും സമരാർജിത സ്വത്തുക്കൾ, സമരാർജിതം നോക്കുന്നല്ല, കൊള്ളവസ്തുക്കള്, പച്ച മലയാളം അതാണ്. ഈ ഗനീമത്ത് എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളെ ആക്രമിച്ച് കൊള്ളയടിച്ച് അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ. അപ്പൊ അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ വാഗ്ദാനം തന്നിരിക്കുകയാണ്. നിങ്ങൾ വെക്കോ, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ വാഗ്ദാനം നിറവേറ്റൂ, ചെന്ന് ഈ അമുസ്ലിങ്ങളുടെയൊക്കെ സ്വത്ത് നിങ്ങൾ പിടിച്ചെടുത്തോ. ഇതാ പറയുന്നത്, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എന്നാൽ ഈ ഗൈബറിലെ കാര്യം വരും, ഇത് പണ്ടേ തന്നാണ് നിങ്ങൾക്ക്, അതിപ്പോ നിങ്ങൾക്ക് കിട്ടിയെന്നേ ഉള്ളൂ, നേരത്തെ തന്നെ തന്നിരിക്കുന്നതാണ്, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ഇത്തരം കൊള്ളയടിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ആയത്ത് ഇതാ കോടതി വിധിയിലുണ്ട്. ഖുർആനിലെ ആയത്തുകള് മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകളെ കൊള്ളയടിക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന് ആ വിധിയിലുണ്ട്. ഇത്തരം ആയത്തുകൾ കണ്ടിട്ടാണ് കോടതി അത് പറഞ്ഞത്. അടുത്ത